ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ആകെ എടുത്തേക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഫിൻനിഫ്റ്റിയിൽ ഒരു PE എടുത്തായിരുന്നു, ഒരു 3 PM ഒക്കെ ആയപ്പോഴത്തേനും. ഓക്കെ, അത് നമുക്കൊരു 4 ബൈ കിട്ടി. ഒരു 10-14 ഒക്കെ ആയപ്പോഴത്തേക്കിനും 12 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എക്സിറ്റ് അടിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നു. അത് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 1000 രൂപീസ് പ്രോഫിറ്റ് അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വേറെ പ്രത്യേകിച്ച് ട്രേഡ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. കാരണം നമുക്കൊരു എൻട്രി തരാതെയുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് ഫുൾ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നലത്തെ നമ്മൾ ആ ഹൈ വരച്ചേക്കുന്ന ആ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു ഡൗൺ സൈഡ് വന്നു. പക്ഷേ ആ ഒരു ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കിന് നമുക്ക് ആക്ച്വലി ഒരു എൻട്രി അതായത് ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള ഒരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, കാരണം ഇത് കണ്ടോ, ഇത് ഇന്ന് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്ന് ഡേയിലോ കട്ട് ചെയ്താണ് പോയത്. പക്ഷേ അന്നേരം നമുക്ക് ഈ ഒരു അപ്സൈഡിലെ ഈ ഒരു ലിക്വിഡിറ്റിക്ക് പകരം ഡൗൺ സൈഡിലായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗൺ സൈഡിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയപ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു അപ്സൈഡിലെ ഈ ഒരു ഏരിയയിലും കൂടെ വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം അപ്സൈഡ് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ ഒരു ഗ്യാപ്പിലോട്ട് വന്നതുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു മാർക്കറ്റ്. ഇന്ന് നമുക്ക് ആ ഒരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റും കാര്യങ്ങളും കിട്ടി. ഓക്കെ, പിന്നെന്താണ്, ഒരു ഡൗൺ സൈഡും കണ്ടോ. ഒരു ഡൗൺ സൈഡ് വന്നപ്പോഴത്തേക്കിന് ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു സ്വിങ് കണ്ടോ. ഓക്കെ, ഈ ഒരു സ്വിങ്. ഓക്കെ, ഈ ഒരു സ്വിങ്ങിലെ ഹൈയോ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി, അതിൽ നിന്ന് എൻട്രി ചെയ്യാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊന്നും ഒരു എൻട്രി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും സെയിം അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഓപ്പണായി, ഇന്ന് ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. ഓക്കെ, ഇന്ന് ഓപ്പണായി നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ആ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഓക്കെ, അതിനുശേഷം നേരെ അപ്സൈഡിലോട്ട് പോകും. ഓക്കെ, കാരണം ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ട് എൻട്രി എടുത്തില്ല എന്നുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ഒന്നും നമുക്കൊരു PE എൻട്രിക്കായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ഏരിയയിലും PE എൻട്രിയിലായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് അപ്സൈഡിൽ നിന്ന് നമുക്കൊരു PE എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. കാരണം ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മൊമെൻറ്റോ ആയിരുന്നു വന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് കറക്റ്റ് ഒരു റിസ്ക് റിവാർഡ് വെച്ചുള്ള ഒരു ട്രേഡ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇന്ന് വേറെ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഞാൻ ഇന്ന് നോക്കിയത്. ഓക്കെ, ഇതാണ് ഫിൻനിഫ്റ്റിയുടെ ഇന്ന് ഞാൻ നോക്കിയത്. ഫിൻനിഫ്റ്റി ഇവിടുന്ന് ഒരു ഹൈ റിജക്ഷൻ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ചെറിയൊരു ക്വാണ്ടിറ്റി അഗ്രസീവായിട്ടൊന്ന് ഒരു 100 ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം അത് നമുക്ക് ഇത്രയും വന്നു. പക്ഷേ നമുക്കത് ഒരു ടൈം കണ്ടോ, 3 PM വാങ്ങിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓക്കെ, ഇതപ്പോൾ നേരത്തെ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളും കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു ചാനൽ ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ചാനലിൽ നിന്ന് ഇന്നലെ നമുക്ക് ആ ഒരു ചാനലിൽ നിന്ന് തന്നെ ബ്രേക്കൗട്ട് വന്നു, ഡൗൺ സൈഡ് വന്നു. അപ്പം നോർമലി ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടുന്ന് ഇനിയും മോർ ഡൗൺ സൈഡ് ആയിരിക്കും. പക്ഷേ ഇന്ന് മാർക്കറ്റ് കണ്ടോ അപ്പ് സൈഡ് പോയി. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇത് നമുക്ക് നാളെ നോക്കാം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കപ്പോൾ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഒരു ടൈപ്പ് ഓഫ് ഡോജിയാണല്ലേ. അപ്പോൾ നമുക്ക് അത് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അത് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഈ ലിക്വിഡിറ്റിയിൽ ഡോജി ക്യാൻഡിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിക്വിഡിറ്റിയിൽ ഡോജി ക്യാൻഡിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ഹൈ മാർക്ക് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഇന്നത്തെ ആ ഒരു ലോയും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഈ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ നമുക്കൊരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമുകൾ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമുകൾ നോക്കുമ്പോഴത്തേക്കിന് ഓക്കെ, നമ്മുടെ ആ ഒരു ചാനലിലാണ് ജസ്റ്റ് ഒരു സപ്പോർട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ലെവൽസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ലെവൽസും ഈ ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും മാത്രമേ ഉള്ളൂ ആക്ച്വലി നമുക്ക് ലിക്വിഡിറ്റീസ്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് നോക്കിയാലും 30 മിനിറ്റ്സിൽ ഓക്കെ ഇന്നത്തെ ഈ ഒരു ലെവൽ ഓൾറെഡി സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ലെവൽ സ്വീപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1 hour ചാർട്ട്. ഓക്കെ, 1 hour ഇത്രയേ ഉള്ളൂ ആക്ച്വലി, ഈ 2 ലെവൽസേ ഉള്ളൂ. ഏതൊക്കെയാണ് 24,734 24,607. ഓക്കെ, ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലോ, ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ
റെസ്പെക്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഡേ ഹൈയിൽ നമുക്ക് വെച്ചേക്കാം. ഓക്കെ, ഇത് നമുക്കിന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. ഇത് നമുക്കിനി ആവശ്യമില്ല. ഓക്കെ, കാരണം ഈ ലിക്വിഡിറ്റി സ്റ്റീപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഏരിയയിൽ റെസ്പെക്റ്റ് ചെയ്താലും അത്രയ്ക്കുള്ള ഒരു മൊമെൻറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, പിന്നെന്താണ് നമുക്ക് ഇന്നത്തെ ഡേയിലോ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അതിന് താഴത്തെ ആ 50-250 ആണല്ലോ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, പിന്നെന്താണ് നമുക്കൊരു 1 hour ടൈം ഫ്രെയിമിലോട്ട് പോയാലും ഓക്കെ, ഈ ഒരു ട്രെൻഡ് എന്താണ്, മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടോ, ഒരു ഡൗൺ അപ്പ് വന്നു, പിന്നെയും എന്താണ് ഒരു അപ്പ് സൈഡിലോട്ട് വന്നു, പിന്നെയും ചിലപ്പോൾ ഈ ഒരു മൊമെൻറ്റം എല്ലാം വന്നിട്ട് ഇവിടുന്ന് വന്ന് മാർക്കറ്റിൽ ചിലപ്പോൾ അപ്പ് സൈഡിലോട്ട് കയറാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, 1 hourലായാലും ഈ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെന്താണ് നമുക്കൊരു 30 minutes നോക്കാം. 30 minutesലും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇന്നത്തെ ആ ഒരു മൊമെൻറ്റത്തിലും കാര്യങ്ങളും ഇല്ല. ഓക്കെ, പിന്നെന്താണ് നമുക്കൊരു 15 minutes കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കിന് 15 minutesലും ഓക്കെ, 15 minutesൽ ഓക്കെ ഈ ഒരു ലെവൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവൽ ഓക്കെ, ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.